ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ CRPF സുരക്ഷയിൽ പോലീസുമായി ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഗവർണറുടെ വാഹനത്തിലും എസ്കോർട്ട് വാഹനത്തിലും CRPF സുരക്ഷ ഏർപ്പെടുത്തും. രാജ്ഭവന്റെ ഉള്ളിൽ CRPFും ഗേറ്റിന് പുറത്ത് കേരള പോലീസും സുരക്ഷയൊരുക്കും. അന്തിമ തീരുമാനം DGPയും സർക്കാരുമായി ആലോചിച്ച ശേഷമായിരിക്കും. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, അങ്ങനെ ഒരു തീരുമാനമാവുകയാണല്ലേ, അതിൽ എങ്ങനെയായിരിക്കും ഈ ധാരണ, എങ്ങനെയാണ് ഇപ്പോൾ കേരള പോലീസും CRPFും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്? അക്ഷയ, നിലമേലിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CRPFന്റെ സുരക്ഷ ഏർപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ എങ്ങനെ വേണം എന്നത് ആലോചിക്കാൻ വേണ്ടി ഇന്ന് രാജ്ഭവനിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ CRPFന്റെ പ്രതിനിധികളും ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രതിനിധികളും ഒപ്പം രാജ്ഭവന്റെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തു. നിലവിൽ കേരള പോലീസുമായുള്ള ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത് ഗവർണറുടെ വാഹന വ്യൂഹത്തിനൊപ്പം CRPFന്റെ 2 അകമ്പടി വാഹനങ്ങൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഗവർണറുടെ പേഴ്സണൽ സെക്യൂരിറ്റി CRPFനാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ സഞ്ചരിക്കുന്ന വാഹനത്തിലും CRPFന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇതിനൊപ്പം കേരള പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങളും നിലവിലുള്ളതുപോലെ തന്നെ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് ഒപ്പം ഉണ്ടാകും. രാജ്ഭവന്റെ സുരക്ഷ സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട്. രാജ്ഭവന്റെ ഗേറ്റിനകത്ത് രാജ്ഭവൻ കെട്ടിടത്തിന്റെ മുഴുവൻ സുരക്ഷയും CRPFനാകും. ഗേറ്റിന് പുറത്ത് സന്ദർശകരുടെ പരിശോധന അടക്കം കേരള പോലീസിനാകും ചുമതല. ഏതായാലും ഈ തീരുമാനം സംബന്ധിച്ച് സർക്കാരിനെ അറിയിക്കും. സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തെയും ഈ വിവരങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അറിയിക്കും. അതിനുശേഷം സർക്കാർ അന്തിമമായിട്ട് ഉത്തരവായിട്ട് തന്നെ ഈ സുരക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടും. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.